തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്കിടെ മരിച്ചാൽ കുടുംബത്തിന് ധനസഹായമായി 2 ലക്ഷം രൂപ 5 ദിവസത്തിനകം ലഭിക്കും. 2022 ജൂൺ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ സഹായം അനുവദിക്കാൻ തദ്ദേശ വകുപ്പ് സർക്കുലർ ഇറക്കി. നിലവിൽ ആം ആദ്മി ബീമാ യോജന പ്രകാരമുള്ള 75,000 രൂപയായിരുന്നു സംസ്ഥാനത്ത് നൽകിയിരുന്ന ധനസഹായം. ഇത് കേന്ദ്ര സർക്കാർ 2 വർഷം മുമ്പ് 2 ലക്ഷം രൂപയാക്കി ഉയർത്തിയെങ്കിലും സംസ്ഥാനത്ത് നടപ്പാക്കിയിരുന്നില്ല. ഉദ്യോഗസ്ഥ അലംഭാവം മൂലം പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ധനസഹായം നിഷേധിക്കുന്നത് കേരള കൗമുദി ഒക്ടോബർ 31 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കാനുള്ള ഫയൽ നീക്കത്തിന് വേഗം കൂട്ടിയത്. സംസ്ഥാനത്തിന് ബാധ്യത ഇല്ലാതെ കേന്ദ്ര ഫണ്ടിൽ നിന്ന് ധനസഹായം നൽകുമെന്നിരിക്കെ ഫയലിൽ ഉദ്യോഗസ്ഥർ അടങ്ങിയിരിക്കുന്നതാണ് പ്രശ്നമായത്. പുതിയ നിർദ്ദേശപ്രകാരം ജോലിക്കിടയിലുള്ള അപകടമരണം, കൊഴിഞ്ഞു വീണുള്ള മരണം, ഹൃദയാഘാതം ഉൾപ്പെടെ സ്ഥിരമായ അംഗവൈകല്യം എന്നിവ സംഭവിച്ചാൽ 2 ലക്ഷം രൂപ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് 5 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കണം. തുടർന്ന് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഫണ്ടിൽ നിന്ന് പഞ്ചായത്തിന് പണം തിരികെ നൽകും. തൊഴിലാളികളോടൊപ്പം എത്തുന്ന കുട്ടിക്ക് ജോലിസ്ഥലത്ത് വെച്ച് അപകടമരണമോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ 1 ലക്ഷം രൂപയും ധനസഹായമായി ലഭിക്കുന്നതാണ്. 2022 ജൂൺ മുതലുള്ള മുൻകാല പ്രാബല്യം കണക്കിലെടുത്താണ് 330 പേർക്ക് ധനസഹായം ലഭിക്കണം. പ്രതിമാസം ശരാശരി 10 തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ മരിക്കാറുണ്ട് എന്നാണ് കണക്ക്. നിലവിൽ 75,000 രൂപ മാത്രം ലഭിച്ച ഈ തൊഴിലാളി കുടുംബങ്ങൾക്ക് വർദ്ധിപ്പിച്ച ആനുകൂല്യപ്രകാരം 1,25,000 കോടി ലഭിക്കേണ്ടതുണ്ട്.